ഹായ് അസ്സലാമലൈക്കും ഇത് മുബാറക്. അപ്പോൾ ഇന്ന് ലോകമെമ്പാടും പെരുന്നാൾ ആഘോഷിക്കുകയല്ലേ. അപ്പോൾ കാലത്ത് തന്നെ കുളിച്ചൊരുങ്ങി പെരുന്നാൾ നിസ്കാരം കൂടാണ്ട് വന്ന് കേട്ടോ. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാലേ എല്ലാ പള്ളിയിലും കാണുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇതല്ലേ. ചെറിയവനെന്നോ വലിയവനെന്നോ പക്ഷഭേദമില്ലാതെ ഷാവർത്ത് ചെയ്യുന്ന വളരെ മനോഹരമായ കാഴ്ച അല്ലേ. പള്ളി കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ടത് നമ്മുടെ MP ഷാഫി പറമ്പലിനേട്ടോ. ഈ പെരുന്നാൾക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഒരു വ്ളോഗർ എന്ന നിലയിൽ ഈ നാട്ടുകാർ എന്നെ ഒരു പരിഗണിച്ച ദിവസം കൂടിയാണ് കേട്ടോ. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ നാടിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രവാസികൾ വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഇവിടെ ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ. നമ്മുടെ ഈ നാട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലാണ് കേട്ടോ. നമ്മുടെ ഈ നാടിന്റെ ഒരു പ്രത്യേകത സൈക്കിള് മുതൽ വിമാനം വരെ സ്ക്രാപ്പായിട്ട് കുറഞ്ഞ നാട് കൂടിയാണ് എൻ്റെ ഈ നാട് കേട്ടോ. പാറപ്പുറം കാരക്കാട്. ഈ ചെറിയ പെരുന്നാളെ വലിയ ആഘോഷങ്ങളില്ലാണ്ടാണ് അല്ലേ കടന്നു പോകുന്നത്. അതിന് കാരണം നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലുള്ള ആ യുദ്ധം തന്നെയാണ് അല്ലേ. യുദ്ധം നമ്മുടെ നാട്ടിലല്ലെങ്കിലും അതിന്റെ ഭവിഷ്യത്തുകൾ നമ്മളും അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലേ. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കാൻ നമുക്ക് പടച്ച തമ്പുരാനോട് ദുആ ചെയ്യാം അല്ലേ. ഈ കാണുന്നവരൊക്കെ കേട്ടോ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാര്. പല ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഇവർ മുൻപന്തിലാണ് കേട്ടോ. ഇവരൊക്കെ നമ്മളെ കൂടെ പഠിച്ച ചങ്ങായിമാരാട്ടോ. അങ്ങനെ കുറച്ച് സമയം കൂടി ഇവരെ കൂടെ ചെലവഴിച്ചിട്ടോ. ഈ കാണുന്നതാണ് എൻ്റെ ഉപ്പ. അങ്ങനെ ഉപ്പാന്റെ കൂടെ ഒരു സെൽഫിക്ക് എടുത്തിട്ടേ അവിടെ ഉള്ളവരോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങളിതാ വീട്ടിൽ പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിൽ പോയി കുഞ്ഞിപ്പാന്റെ കൂടി അനിയന്റെ കൂടി ഒരു സെൽഫിക്ക് എടുത്ത് പിന്നെ കൂട്ടുകാരെ കാണാൻ പോകട്ടെ. ഇവിടെ വന്നു കഴിഞ്ഞാലേ ഇവിടെ വേറൊരു വൈബാട്ടോ. അതിന്റെ ഒരു വീഡിയോ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എന്റെയും എൻ്റെ കൂട്ടുകാരുടെയും എൻ്റെ വീട്ടുകാരുടെയും വക ഈദുൽ മുബാറക്. അസ്സലാമു അലൈക്കും.